കേരള കരാട്ടെ അസോസിയേഷൻ രൂപീകൃതമായി ഇന്ന് 46 വർഷം പിന്നിടുമ്പോൾ ഒത്തിരിയേറെ നിറഞ്ഞ സന്തോഷത്തോടും വളരെയേറെ ചാരിതാർത്ഥ്യത്തോടുമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സംസ്ഥാന അസോസിയേഷൻ്റെ ഒരു ടൂർണമെൻറ്റ് ഡയറക്ടർ എന്ന നിലയിൽ 2036 വരുന്ന ഒളിമ്പിക്സിന് ഞങ്ങൾ കേരളത്തിൽ നിന്ന് കരാട്ടെ താരങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് കഴിഞ്ഞു. 2027 ഒളിമ്പിക് അസോസിയേഷൻ നടത്തുവാൻ പോകുന്ന ഒളിമ്പിക് ഗെയിംസ് അതിൻ്റെ ജില്ലാതലം, സംസ്ഥാനതലം, സ്റ്റേറ്റ് ലെവലും, സോൺ ലെവൽ, ദെൻ ദേശീയ തലത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും അസോസിയേഷനുകളെ അതിലുള്ള നല്ല അത്ലറ്റുകളെ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം 2030 കോമൺവെൽത്ത് ഗെയിംസ് വരുന്നു. 2036 ഒളിമ്പിക് വരികയാണ്. ഞങ്ങളുടെ അന്തരിച്ച ആദരണീയനായ കേരള കരാട്ടെ അസോസിയേഷൻ്റെ ഫൗണ്ടർ ദായ് സെൻസൈ മോസസിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷനുണ്ടായിരുന്നു, ഒരു ഒളിമ്പിക് മെഡൽ എന്ന ആ സ്വപ്നത്തിലേക്ക് അടുക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ ഒത്താശകളും 2014 മുതൽ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും കേരള ഒളിമ്പിക് അസോസിയേഷനും പൂർണ്ണ പിന്തുണ കേരള കരാട്ടെ അസോസിയേഷൻ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ അനധികൃതമായി അംഗീകാരമില്ലാത്ത സംഘടനകൾ ഫോം ചെയ്തുകൊണ്ട് ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലരും അറിയാതെയാണ് അതിൽ വന്ന് പരിശീലിച്ച് വരികയും കുട്ടികൾക്ക് കിട്ടുന്ന മെറിറ്റ് അത് കിട്ടുന്നതിന് വേണ്ടി കൗൺസിലുമായി ചെന്ന് ബന്ധപ്പെടുമ്പോഴാണ് അതാത് സംഘടനകൾക്ക് അംഗീകാരമില്ല എന്ന വസ്തുത ആ കുട്ടികളുടെ കോച്ചസും അതുപോലെ തന്നെ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയുന്നത്. എന്തായാലും പണ്ടത്തെ നിന്നതിനേക്കാളും ഒത്തിരിയേറെ ബഹുദൂരം ഞങ്ങൾ കേരള കരാട്ടെ അസോസിയേഷൻ മുന്നിലാണ്. ഞങ്ങൾക്ക് ഒളിമ്പിക് അസോസിയേഷൻ തരുന്ന എല്ലാവിധ പിന്തുണയും, അവരിപ്പോൾ ഒളിമ്പിക് അസോസിയേഷൻ ഒരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുന്ന തീവ്ര ശ്രമത്തിലാണ്. ഞങ്ങൾ ഇന്നുമായി നടക്കുന്ന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഞങ്ങളൊരു 1000-ഓളം വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കുവാനായിട്ട് അത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. തീർച്ചയായിട്ടും അവരെ കായിക ലോകത്തിന് വേറൊരു മാതൃക കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ. കേരളത്തിൻ്റെ കായിക താരങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം ഫുട്ബോൾ, ക്രിക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരാട്ടെ താരങ്ങളാണ് ഇന്നുള്ളത്. എല്ലാ ഈവൻറ്റുകളിലും സ്പോർട്സ് കൗൺസിലും കേരള ഒളിമ്പിക് അസോസിയേഷനൊക്കെ തരുന്ന എല്ലാ കാര്യങ്ങളിലും 14 ജില്ലകളിലെയും മുഴുവൻ പാർട്ടിസിപ്പേഷനും ഞങ്ങൾ കൊടുത്തുകൊണ്ട് വളരെ ശക്തിപ്പെടുത്തി പോവുക. അടുത്ത തലമുറ നമുക്കറിയാം, ലഹരി വിമുക്ത ഭാരതം, ലഹരി വിമുക്ത കേരളം, അതിലേക്ക് ഇത് ഏറ്റവും പിന്തുണയായിട്ട് ഇതുപോലുള്ള കായിക ഈവൻറ്റുകൾ തീർച്ചയായിട്ടും ആയോധന കലയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായും കുട്ടികളുടെ വിഷൻ, കുട്ടികളുടെ മൈൻഡ് അവരെ എൻഗേജ് ചെയ്യുമ്പോൾ അവർ വേറിട്ട് ചിന്തിക്കുകയും നല്ലൊരു പൗരത്വം, നല്ലൊരു പൗരനായി, നല്ലൊരു പൗരനായി, ഇന്ത്യൻ സിറ്റിസണായി വളർന്നു വന്ന് ഭാരതത്തിനെ യശസ്വിയാക്കാൻ അവർ പ്രാപ്തരാകും. ആ ഒരു ലഹരി വിമുക്ത ഭാരതം എന്ന രീതിയിൽ കൂടെ ഇത് ക്യാമ്പയിനിങ് കൊടുത്തുകൊണ്ടാണ് കരാട്ടെ ചേർന്ന് പോകുന്നത്. ഇതുവരെ തന്നിട്ടുള്ള എല്ലാവിധ സഹകരണങ്ങൾക്കും ഒളിമ്പിക് അസോസിയേഷനോടും സ്പോർട്സ് കൗൺസിലോടും നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു.